കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന ബിജെപി കൗൺസിലർ സുഗതന് 6 മാസത്തേക്ക് അവധി അനുവദിച്ച തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ. പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെ സ്വതന്ത്രന്റെ പിന്തുണയോടെ അവധിയപേക്ഷ വോട്ടിനിട്ട് പാസാക്കി. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപിക്ക് ആശ്വാസ നടപടിയാണ് ഇന്നത്തെ നിർണായക കൗൺസിൽ യോഗത്തിൽ ഉണ്ടായത്. വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതന്റെ അംഗത്വം റദ്ദാക്കാതിരിക്കാനുള്ള അവധി അപേക്ഷ യോഗം അംഗീകരിച്ചു. വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ വിയ്യൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് മുഖേന അദ്ദേഹത്തിന് ഹാജരാകാൻ കഴിയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. മുനിസിപ്പൽ ആക്ട് അനുസരിച്ച് അദ്ദേഹത്തിന്റെ ഹാജരാകാതിരിക്കുവാനുള്ള അദ്ദേഹത്തിന്റെ ആവശ്യം ഈ കൗൺസിൽ യോഗം അംഗീകരിക്കുകയാണ്. 2 സ്വതന്ത്രരുടെ പിന്തുണയോടെ സുഗതന്റെ അവധി അപേക്ഷ പാസായതെന്നും 6 മാസത്തേക്ക് ഹാജരാകാതിരിക്കാനാണ് അവധി നൽകിയതെന്നും മേയർ അറിയിച്ചു. മേയറിന്റെ കാസ്റ്റിംഗ് വോട്ട് കൂടാതെ പൗണ്ടുകടവ് സ്വതന്ത്ര കൗൺസിലർ സുധീഷ് ഉൾപ്പെടെ 51 പേരാണ് അവധി അപേക്ഷയെ അംഗീകരിച്ചത്. അതേസമയം സുഗതന്റെ അവധി അപേക്ഷയ്ക്ക് അംഗീകാരം നൽകിയതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയത്. പ്രതിപക്ഷ കൗൺസിലർമാർ പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. മുനിസിപ്പാലിറ്റി നിയമപ്രകാരം സുഗതന് അവധി അനുവദിക്കാനുള്ള വകുപ്പില്ലെന്ന് കൗൺസിലർ KS ശബരീനാഥൻ പ്രതികരിച്ചു. ഈ കൗൺസിലിലോ ആക്ടിലൊരിടത്തും ഈ തൊള്ള കയറി ശബ്ദ വോട്ടോടെ കൗൺസിലിന് അവധി കൊടുക്കാൻ പറ്റുന്ന നിയമമൊന്നുമില്ല. ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതിനകത്ത് അദ്ദേഹത്തിന് ഉണ്ടാവും ലീവ് ഇതുപോലത്തെ കാര്യങ്ങൾ കൂടെ കഴിയത്തില്ല. നാളെ കാപ്പ കേസ് പ്രതിക്ക് നിങ്ങൾ 6 മാസം ലീവ് കൊടുക്കുകയാണെങ്കിൽ ഈ കൊലപാതക പ്രതിയും ഈ പറഞ്ഞ ഈ കൗൺസിലിൽ ഇരിക്കേണ്ടി വരും. സുഗതന് അവധി അപേക്ഷ അംഗീകരിച്ചതിനെതിരെ കോർപ്പറേഷൻ സെക്രട്ടറിക്ക് ശബരീനാഥൻ പരാതി നൽകി. ആർ സുഗതന്റെ അവധി അപേക്ഷ അംഗീകരിച്ച മേയർ BV രാജേഷിന്റെ നടപടി ജനാധിപത്യ വിരുദ്ധമാണെന്ന് CPIM കൗൺസിലർ SP ദീപക്കും പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് കോർപ്പറേഷൻ സെക്രട്ടറിക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നത്തെ ഈ അവധി അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ചട്ടവിരുദ്ധമായിട്ടുള്ള അപേക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് നഗരസഭയുടെ സെക്രട്ടറിക്ക് പരാതി കൊടുക്കും. അതുപോലെ തന്നെ വകുപ്പ് മന്ത്രിക്ക് പരാതി കൊടുക്കും. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കും. വേണ്ടി വന്നാൽ ഇതിനെ സംബന്ധിച്ച് അടിയന്തരമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ LDF തീരുമാനിച്ചിട്ടുണ്ട്. അതേസമയം കൗൺസിലർ ആർ സുഗതന്റെ അവധി അപേക്ഷ നിയമപരമാണെന്ന് മേയർ BV രാജേഷ് പറഞ്ഞു. വോട്ടിനിട്ട് പാസാക്കിയാൽ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന്റെ സർക്കുലർ ലഭിച്ചുവെന്നും മേയർ അറിയിച്ചു. അദ്ദേഹം ജയിലിലായ കിടക്കുന്ന കാലയളവിൽ കൗൺസിലിൽ ഹാജരാകുന്നതിൽ നിന്നും ഒഴിവാക്കി കൊടുക്കണം എന്ന് പറഞ്ഞ് അപേക്ഷ കൊടുക്കാവുന്നതാണെന്നും ആ അപേക്ഷ കൗൺസിൽ വോട്ടിനിട്ട് പാസാക്കുന്ന പക്ഷം അദ്ദേഹത്തിന്റെ കൗൺസിലർ സ്ഥാനം സുരക്ഷിതമായിരിക്കും എന്നുള്ള മറുപടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പ് കൊടുത്തത്. വസ്തുതാപരമായ കാര്യങ്ങൾ കേൾക്കാൻ പ്രതിപക്ഷം തയ്യാറാകുന്നില്ലെന്നും PV രാജേഷ് ആരോപിച്ചു. പ്രതിപക്ഷ പ്രതിഷേധങ്ങൾക്കിടെ തിരുവനന്തപുരം കോർപ്പറേഷൻ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പുതിയ നഗരസഭാ കെട്ടിടത്തിന്റെ രൂപരേഖ ഉൾപ്പെടെ മറ്റ് അജണ്ടകളും കൗൺസിൽ യോഗത്തിൽ മേയർ അവതരിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.